ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബംഗാൾ കോട്ടണിൽ ഹാൻഡ്ലൂമിൽ വന്നിരിക്കുന്ന സാരീസ് ആണ്. ഡീറ്റെയിൽസ് നോക്കാനാണെങ്കിൽ ത്രൂ ഔട്ട് ബോഡിയിൽ കാന്തയുടെ വീവിങ്സ് വന്നിട്ടുണ്ട്. ചെറിയൊരു ഡിഫറൻസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രൗൺ ഷെയ്ഡും ബ്ലാക്കും ഒക്കെ വരുന്ന രീതിയിലാണ് പല്ലുവിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. 1625 ആണ് സാരിയുടെ പ്രൈസ് വരുന്നത്. സെൽഫായിട്ട് ഈ ഒരു യെല്ലോ ആൻഡ് റെഡിലെ കാന്ത സ്റ്റിച്ച് സാരിയിൽ ഓൾ ഓവർ പോയിട്ട് കര വരുന്നത് ഒരു മെറൂണിഷ് റെഡ് കളർ കോമ്പിനേഷനിൽ കര വരും. ഇതാണ് അതിൻ്റെ ഒരു ബോഡിയുടെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ പല്ലു റീജിയൻ്റെ ലുക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിൽ വരും. ലൈറ്റ് ഒരു പിസ്ത പോലത്തെ ഒരു ഗ്രീൻ വന്നിട്ട് അതിലൊരു നല്ലൊരു ഡാർക്കർ ബോട്ടിൽ ഗ്രീനിൻ്റെ കര വന്നിട്ട് ഹൈലൈറ്റ് ചെയ്ത രീതിയിലാണ് വരുന്നത്. കോട്ടൻ്റെ സാരിയാണ്. പ്രൈസ് വരുന്നത് 1625. വൈറ്റ് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന സാരിയാണ്. ത്രൂ ഔട്ട് ചെക്സ് ആണ് ഈ സാരിയിൽ ഫുള്ള് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്ലെയിൻ വന്നിട്ട് ലൈൻ പാറ്റേൺ വരുന്നതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. നേരത്തെ ഒരു കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേൺ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടെങ്കിൽ ഇത് ജസ്റ്റ് അതിലൊരു ചെക്ക് പാറ്റേൺ വന്നിരിക്കുന്നതാണ്. ത്രൂ ബംഗാൾ കോട്ടൺ ആണ്. പ്യുവർ ഹാൻഡ്ലൂമിൽ വന്നിരിക്കുന്നത്. പല്ലു റീജിയൻ വരുമ്പോൾ ഈ രീതിയിൽ വരും. പിങ്കും ഈ ഒരു ബ്ലാക്കും കൂടെ വീവ് ചെയ്ത് വരുമ്പോഴത്തെ ഒരു ടോണാണ് ഈ മുകളിലെ കര വരുന്നത്. ഈ രീതിയിൽ വരും. ബ്ലൗസും വരുന്നത് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്ന ബ്ലൗസാണ്. ഇതൊരു കുറച്ചൊരു ട്രഡീഷണൽ ഫീൽ വരുന്നൊരു സാരിയാണ്. കുറച്ചുകൂടി ഒരു ബംഗാൾ ട്രഡീഷണൽ ഫീലിൽ അല്ലെങ്കിൽ ലുക്കിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈ ഒരു സാരിയെ കാണാൻ പറ്റും. ഇതിൻ്റെ പല്ലു റീജിയൻ വരുമ്പോൾ ഈ രീതിയിൽ വരും. ബ്ലൗസ് സെയിം തന്നെ സെൽഫ് റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസാണ്. വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരി. പ്രൈസാണ് ഏറ്റവും നല്ല ഹൈലൈറ്റ്. 1625 ആണ് പ്രൈസ് വരുന്നത്.